1000 1000 രൂപ 100 1100 1200 1200 300 1300 1300 1400 1400 1500 1600 1600 1600 1600 1700 1700 1800 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 റോഡ് 1800. ചേച്ചി 1800 മുതലാവോ? മുതലാവോ? 1800 ആവൂല. ചേച്ചി ഇതിനെ കൂട്ടി വിളിച്ചേ. ചേച്ചി കുറച്ച് വിളിച്ചാ പോരായിരുന്നോ? ചേച്ചി തന്നെ കൂട്ടി വിളിച്ചത്. 1800 വിളിച്ചിട്ട് ഇത് മുതലാവുന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചി അല്ലേ 1800 മുതലാവൂ? ഇത് വലിയ പാടാ. അവർ ചന്തപ്പുറത്ത് മുതലാകും. ആണല്ലേ? മുതലാക്കും. ഓക്കെ, എന്തായാലും വിറ്റ് മുതലാക്കും. ഇന്ന് വൈകുന്നേരം നഷ്ടം വരും, ലാഭം വരും. 500 രൂപ നഷ്ടം വരുമോ? അതൊന്നുമില്ല, ചേച്ചി കൊണ്ട് വയ്ക്കും. ചേച്ചി തരാം, മിടിക്കല്ലേ? എത്ര കാലമായിട്ട് തുടങ്ങിയതാ? 52 വർഷം. 52 വർഷം കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത് ലാഭമാണോ മൊത്തത്തിൽ നഷ്ടമാണോ? നഷ്ടവും വരും ലാഭവും വരും. നഷ്ടവും വരും, ലാഭവും വരും. അത് നമ്മൾ കണക്കാക്കാറില്ല. മണ്ഡലത്തിൽ നിന്ന് ആർക്കായിരിക്കും കണക്കിൽ ലാഭം തെരഞ്ഞെടുപ്പിൽ? എനിക്ക് പ്രേമത്തിലാണോ മുകേഷിനാണോ? ആർക്കായിരിക്കും ലാഭം? അതൊരു വോട്ടുണ്ട്, നമ്മൾ ആരെടുത്തും പറയേണ്ട. അത് ആരെടുത്തും നമ്മൾ പറയൂല എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ ബുദ്ധിമുട്ട്. അപ്പൊ അതാ റെഡി ക്യാഷ് ആണ് കേട്ടോ. ലേലം വിളിക്കുന്നു, റെഡി ക്യാഷ് കൊടുക്കുന്നു, മീൻ എടുക്കുന്നു, പോകുന്നു, ലാഭം വീട്ടിലുണ്ടാക്കുന്നു, തിരിച്ചു പോകുന്നു, ഹാപ്പി ആവുന്നു അല്ലേ? ചേച്ചിക്ക് സന്തോഷമായി. അപ്പോൾ നോക്കൂ, ഇതാണ് ഇവിടെ നടക്കുന്ന രീതി. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. മത്സ്യത്തൊഴിലാളികൾ കടലിൽ മത്സ്യം പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇടനിലക്കാർ ലേലം പലപ്പോഴും പലത് ലാഭം പോകും, നഷ്ടം പോകും. ഞാനും വരട്ടോടി നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ രണ്ട് പാടെ മറന്നതും ചെയ്തുകൂടാ. ചേച്ചിക്ക് സന്തോഷമായി. 1800 രൂപയ്ക്ക് നല്ല പെടക്കട മീന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോട്ടെ. ഇത് ഈ മീൻ ശരിക്കും പറഞ്ഞാൽ 1800 കൊണ്ടുപോയ ലാഭമാണോ നഷ്ടമാണോ? ലാഭം കിട്ടും. 2000 2500 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമോ? എന്തൊക്കെയാ ഉള്ളത്? അയിലയുണ്ട്, ചൂരയുണ്ട്, കൊഴിയാളുണ്ട്, പാറയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2000 രൂപയ്ക്ക് പുറത്ത് വിൽക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കടപ്പുറത്ത് നിന്ന് മത്സ്യം ലേലം കൊള്ളുന്നത് കണ്ടു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു, മണ്ഡലത്തിലെ രാഷ്ട്രീയ സാധ്യതകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ സുജയ പാർവതി നമുക്കൊപ്പം ചേരും ബ്രേക്കിംഗ് ന്യൂസുമായി. ചേട്ടാ, എവിടുന്നാ വരുന്നത്? മാവേലിക്കരയിൽ. സുഖമാണല്ലോ. എന്താ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാധ്യത? മാവേലിക്കരയിൽ കൊടിക്കുന്നിലാണോ? സി അരുൺകുമാറാണോ? കൊടുക്കുന്നിലാവാനാണ് സാധ്യത ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ